മതി പുത്രി, ഇനി നമുക്ക് വേണ്ട, നമുക്ക് കഴിക്കാനാവില്ല. ഇത് മാത്രമേ മിച്ചമുള്ളൂ. ഇതുകൂടെ കഴിക്കണം. വാ തുറക്കും. കനവാണു നീ, നിറവാണു നീ, നീ തന്നു പിതാശ്രീ, സ്നേഹാമൃതം. ഞാൻ അങ്ങയോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ആ, ചോദിക്കു പുത്രി. അല്ല പിതാശ്രീ, വൈദ്യർ എങ്ങനെയുള്ള മനുഷ്യരാണ്? അവര് നമ്മുടെ ശത്രുക്കളാണോ? അല്ല, അവര് ശത്രുക്കളൊന്നുമല്ല, എന്നാൽ മിത്രങ്ങളുമല്ല. ശത്രുവുമല്ല, മിത്രവുമല്ല. അതിനർത്ഥം നാം പറഞ്ഞു വന്നത്, അവര് കാട്ടിലാണ് വസിക്കുന്നത്, വനവാസികളാണ്. പ്രകൃതിയോട് ചേർന്നാണ് അവർ കഴിയുന്നത്. നമ്മളെല്ലാവരും കൊട്ടാരത്തിലാണ് കഴിയുന്നത്. അതുകൊണ്ട് അവർ നമ്മെ ഇഷ്ടപ്പെടുന്നില്ല. അവർ പൊതുസമൂഹത്തിൽ നിന്നും അകന്നു കഴിയുന്നവരാണ്. പക്ഷിമൃഗാദികളെ വേട്ടയാടി വിശപ്പടക്കുന്നവർ, തുറന്ന പ്രദേശങ്ങളിൽ അലയുന്നവർ. അവരാരെയെപ്പോൾ ശത്രുവാക്കുമെന്നോ ആരെയെപ്പോൾ മിത്രമാക്കുമെന്നോ മുൻകൂട്ടി മനസ്സിലാക്കാൻ വളരെ കഠിനമാണ്. അതിനേക്കാൾ പ്രധാനം മറ്റൊരു കാര്യമാണ്, അവർക്ക് ആരോടും ഒരു പരിഗണന ഉണ്ടാവില്ല. അതുപോലെ ഭീകരന്മാരുമാണ്. അവരെ ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല. അവരിൽ നിന്നും അകലം പാലിക്കാൻ തന്നെയാണ് ഉചിതം. നാമും വൈദ്യനാണ്. ഞങ്ങൾ അധ്വാനിക്കുന്നവരും വേട്ടയാടുന്നവരുമാണ്. അതിലൂടെയാണ് വിശപ്പകറ്റുന്നത്. മോഷണം നടത്തി ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ വിശപ്പകറ്റാറില്ല. അവരെ ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല. അവരിൽ നിന്നും അകലം പാലിക്കാൻ തന്നെയാണ് ഉചിതം. അപ്പോൾ എല്ലാ വൈദ്യന്മാരും ഒരേപോലെയാണോ? ആരെയും വിശ്വസിക്കാൻ കഴിയില്ലേ? മഹാരാജൻ, അങ്ങ് ഭോജനം നടത്തിക്കഴിഞ്ഞു മഹാരാജൻ. ഇപ്പോഴങ്ങേക്ക് വിശ്രമിക്കാനുള്ള സമയമാണ്. അതെ, നാം ഭോജനം നടത്തി. നമ്മുടെ പുത്രി രൂപവതി അടുത്തുള്ളപ്പോൾ നമ്മുടെ ഭക്ഷണകാര്യത്തിൽ കുറവുണ്ടാകുമോ? രാജവൈദ്യരെ, പിതാശ്രീ എപ്പോഴാണ് പൂർണ്ണമായി സുഖം പ്രാപിക്കുക? തീർച്ചയായും സുഖം പ്രാപിക്കും പുത്രി. നിന്റെ പിതാശ്രീ എത്രയും വേഗം സുഖം പ്രാപിക്കും. ഇത് നോക്ക്, മഹാരാജൻ എത്രയും വേഗം സുഖം പ്രാപിക്കണം. അതിനുള്ള സവിശേഷ ഔഷധമാണിത്. അദ്ദേഹം ഈ ഔഷധം സേവിച്ച ശേഷം വിശ്രമം നടത്തട്ടെ. എങ്കിൽ ശരി പിതാശ്രീ, നാം ഇപ്പോൾ പോകുന്നു. ശുഭരാത്രി. സ്വീകരിക്കൂ മഹാരാജൻ. ഇത് മുഴുവനായും അങ്ങ് കുടിക്കേണ്ടതാണ്. ധൈര്യമായി കുടിക്കൂ മഹാരാജൻ. ഇത് കുടിച്ചാൽ ഉടൻ തന്നെ അങ്ങേക്ക് നിമിഷ നേരം കൊണ്ട് നിദ്ര അനുഭവപ്പെടും. അതിനുശേഷം നമുക്ക് നമ്മുടെ ജോലി പൂർത്തീകരിക്കാൻ സാധിക്കും. ഇതിന് വലിയ കയ്പാണല്ലോ രാജവൈദ്യ. ഇതുപോലെയുള്ള കഷായം അങ്ങ് മുൻപ് നൽകിയിട്ടില്ലല്ലോ. അതേ മഹാരാജൻ, നാം ഔഷധത്തിന്റെ അളവ് അല്പം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നോക്കൂ മഹാരാജൻ, അങ്ങ് പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ എല്ലാവരുടെയും ഉള്ളിൽ ആശങ്ക തന്നെയായിരിക്കും. നൽകിയാലും ഇനി അങ്ങ് വിശ്രമിച്ചാലും. ഇനിയും എത്ര സമയം? ഇനിയും എത്ര സമയം കൂടി? ഇനിയും എത്രത്തോളം നാം കാത്തിരിക്കണം?
ചന്ദ്രൻ ഇപ്പോൾ തന്നെ ആകാശത്തിന്റെ പകുതിയോളം മാറിക്കടന്നിട്ടുണ്ട്. എന്നാൽ ആ രാജവൈദ്യൻ കൊട്ടാരത്തിൽ നിന്നും പുറത്തു വരുന്ന യാതൊരു ലക്ഷണവും കാണുന്നില്ല. വാക്കിന് വ്യവസ്ഥയില്ലാത്ത വ്യക്തി. എന്താ ഇതാണോ നിങ്ങളുടെ ജ്ഞാനം? ചന്ദ്രൻ ഇപ്പോൾ അസ്തമിക്കാൻ തുടങ്ങുകയാണ്. എന്നിട്ടും നിങ്ങൾ ഇത്രയും സാവകാശമാണോ ഇവിടെ എത്തിച്ചേരുന്നത്? എന്നാൽ സത്യം അതല്ല മഹാറാണി. നമ്മുടെ പ്രാണൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിയത്. ഇനി നാം സ്വയം നിന്റെ ആ പ്രാണൻ കവർന്നെടുക്കും. അവിടെ നിന്ന് എന്താണ് പറയുന്നത് മഹാറാണി? നമ്മുടെ പ്രാണൻ എടുക്കുമെന്നോ? അവിടെ നിന്ന് പിഴവ് ചെയ്യുകയാണ്. ഇനി അഥവാ നാം മരിച്ചാൽ അവിടേക്ക് അഹിതം സംഭവിക്കും. നമുക്കെങ്ങനെ അഹിതം സംഭവിക്കും? മഹാറാണി ജോഡിലേക്ക് അഹിതം വരുത്താനും മാത്രം നിനക്ക് ധൈര്യമുണ്ടായോ? ഇനി നീ കണ്ടോളൂ. വിക്രമദേവന്റെ ആഭരണമാണല്ലോ അല്ലേ? പൂർവികരുടെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ആ ഹാരത്തിലൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതിൽ ആദിദേവന്റെ അടയാളം കാണാൻ സാധിക്കും. കൊള്ളാം. ആഹാഹാഹാ. നാം നൽകിയ ഈ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് നീ നമുക്കുപകാരം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നതിനു വേണ്ടി നാം നിനക്ക് കുറച്ചു നാളുകൾ കൂടി നൽകുകയാണ്. പോകൂ. മഹാരാജനത് മനസ്സിലാക്കിയാൽ നമ്മെ വെറുതെ വിടില്ല. മഹാരാജൻ ഈ കാര്യം അറിയുന്നതിന് മുമ്പ് അയാളുടെ പ്രാണൻ നമ്മുടെ കരങ്ങളിലായിരിക്കും. വിക്രമദേവ, ഇനി ആരംഭിക്കാൻ പോകുന്നത് റാണി ജോഡിലയുടെ യഥാർത്ഥ കളിയാണ്.